Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about the term mode. മോഡ് എന്ന് പറയുന്ന ടേമിനെ പറ്റി നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു ഇൻഡിവിജ്വൽ സീരീസിൻ്റെയും ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയും കണ്ടിന്യൂസ് സീരീസിൻ്റെയും മോഡ് വാല്യൂ എപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞത് ഒരു കണ്ടിന്യൂസ് സീരീസിൻ്റെ മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏതൊരു സീരീസിൻ്റെ ആണെങ്കിലും മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? മോഡൽ ക്ലാസ് വേണം അല്ലേ? കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസാണ് മോഡൽ ക്ലാസ് വേണം, മോഡൽ ക്ലാസ് വേണം. സോ അങ്ങനെ മോഡൽ ക്ലാസ് നമ്മൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മോഡൽ ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾക്ക് ഓൾമോസ്റ്റ് സെയിം റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ആണ് വരുന്നതെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾക്ക് സെയിം റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വരുമ്പോൾ അവിടെ മോഡൽ ക്ലാസ്സിനെ കണ്ടുപിടിക്കുന്നത്, ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത് നമുക്ക് എന്ത് വരാം? ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ മോഡൽ ക്ലാസ്സുകളെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണെന്ന് പറയുന്നു ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ ചെയ്ത്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മുടെ മോഡൽ ക്ലാസ് കണ്ടുപിടിച്ച് അതിനുശേഷം മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടീഡിയസ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ ഞാൻ ഡെഫിനേഷൻ കൊണ്ട് നിർത്തി ഞാനങ്ങ് ബാക്കി ഞാൻ പറയാഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുക, പക്ഷേ അത് ഉപയോഗിച്ച് നമ്മളുടെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ എറർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കൂടാതെ അത് കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാതെ മോഡൽ ക്ലാസ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളപ്പോൾ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ ഉപയോഗിക്കാതെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ എപ്രകാരം മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് അതിനെപ്പറ്റി ആ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങി അല്ലേ? അതുകൂടാതെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ മോഡ് വാല്യൂ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള കേസ് ഒന്നിൽ റെപ്പറ്റീഷൻ ഓഫ് ഐറ്റംസ് ഇല്ലാതെ വരുന്ന കേസുകൾ, അല്ലെങ്കിൽ റെപ്പറ്റീഷൻ ഓഫ് ഐറ്റംസ് സെയിം ആയിട്ട് വരുന്ന കേസുകളിൽ എന്ത് വരും? അവിടെ നമുക്ക് മോഡിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ പറയും മോഡ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് ഓർ മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ വരുന്ന സന്ദർഭങ്ങൾ, അതായത് ഒന്നെങ്കിൽ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ പോണക്കുള്ള ടീഡിയസ് ടാസ്ക് ക്യാരി ഔട്ട് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിലോ, അല്ലെങ്കിൽ ഈ ഒന്നിൽ കൂടുതൽ മോഡുകൾ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളപ്പോൾ, അതായത് മോഡ് ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കേസുകളിലോ നമുക്ക് മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിലൊരു മെത്തേഡിൻ്റെ ആവശ്യകത വന്നു അല്ലേ? അപ്പോൾ അങ്ങനൊരു മെത്തേഡ്, അതായത് ഈ കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് പോകാതെ കുറച്ചും കൂടെ എളുപ്പത്തിൽ എപ്രകാരം നമുക്ക് മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് മീനും മീഡിയനും മോഡും തമ്മിലുള്ള റിലേഷൻ്റെ പ്രസക്തി ഇവിടെ വന്നത്. ആൻഡ് ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് ദ empirical relationship between mean, median and mode. Empirical means numerical, നമ്പേഴ്സ് കൊണ്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ മീനും മീഡിയനും മോഡും തമ്മിൽ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അങ്ങനെയെങ്കിൽ മീനും മീഡിയനും ഉപയോഗിച്ച് നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള എറർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു നിൽക്കും അല്ലേ? അപ്പോൾ ഈ മോഡെന്ന് പറയുന്ന മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ എന്ത് വരും? അവിടെ എറർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ഇപ്പോൾ പ്രൊസീജിയർ സിമ്പിളാണ്, പക്ഷേ എറർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആ എററിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? വി ഹാവ് ആൻ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇനി എന്താണ് റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. That is mode is equal to 3 median minus 2 mean. അതായത് മീഡിയൻ വാല്യൂവിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മീൻ വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡിനെ കിട്ടും. സോ മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഈ ഒരു റിലേഷൻഷിപ്പിന് മോഡ് കണ്ടുപിടിക്കാം എന്നുള്ളൊരു പ്രത്യേകത മാത്രമല്ല ഉള്ളത്. എന്താണുള്ളത്? ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇവിടെ മീനും മീഡിയനും മോഡും ഇങ്ങനെയുള്ള 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസികൾ ഒരുമിച്ച് വന്നിരിക്കുന്ന റിലേഷൻഷിപ്പാണ് അല്ലേ? അപ്പോൾ ഈ 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസികളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ബാക്കി 2 തന്നിട്ടുണ്ട്,
ഏതെങ്കിലും ഒരു മെഷർ സെൻട്രൽ ടെൻഡൻസി തന്നിട്ടുള്ള അല്ലാതെ എക്സ്ട്രാ വരുന്ന ഏതർ മീനാവാം, അല്ലെങ്കിൽ മീഡിയൻ ആവാം, അല്ലെങ്കിൽ മോഡാവാം. ബാക്കി രണ്ടെണ്ണം തന്നിട്ട് ബാക്കി രണ്ട് മെഷേഴ്സും തന്നിട്ടുണ്ട്. ഈ ഒരു മെഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് മോഡും മീഡിയനും തന്നിട്ടുണ്ട്. മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അല്ല, മോഡും മീനും തന്നിട്ടുണ്ട്, മീഡിയൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മോഡെന്ന് പറയുന്ന ആ ഒരു സെൻട്രൽ ടെൻഡൻസി മെഷർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രണ്ട് മെഷേഴ്സ്, മീൻ, മീഡിയൻ, മോഡ് എന്നിവയിൽ ഏതെങ്കിലും രണ്ട് മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ മെഷർ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ഉപയോഗിച്ച് സാധിക്കും? ഈ എംപിരിക്കൽ റിലേഷൻ ഉപയോഗിച്ച് സാധിക്കും. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ എക്സാമ്പിൾ തന്നെയാണ്. 10 മുതൽ 100 വരെയുള്ള 10ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ മോഡ് വാല്യൂ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മോഡൽ വാല്യൂ കാൽക്കുലേറ്റ് എടുക്കുമ്പോൾ ഒരു നമ്പറിന് പോലും റെപ്പറ്റീഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ടേം എന്ന് പറയാനായിട്ട് ഒരു പെർട്ടിക്കുലർ ടേം എവിടെ ഇല്ല? ഈ തന്നിരിക്കുന്ന കേസിൽ നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മോഡ് എന്ന് പറയുന്ന മോഡൽ വാല്യൂ എന്താണെന്ന് പറയാം? നോട്ട് വെൽ ഡിഫൈൻഡ്, ഓർ ഹിയർ മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഒരു എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മോഡാണ് വേണ്ടതെങ്കിൽ ആദ്യം നമുക്ക് മീൻ വാല്യൂ വേണം, മീഡിയൻ വാല്യൂ വേണം, അല്ലേ? സോ ആദ്യം നമുക്ക് മീൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മീൻ is equal to മീൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മിനെ ആ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 10 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് എക്സെട്ര ഇവിടെ വരെ 100 വരെ സം ചെയ്തതിന് ശേഷം എത്ര വാല്യൂസ് ഉണ്ട് ഇവിടെ? 10 നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്, ഡിവൈഡ് ബൈ 10 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നേരിട്ട് കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് ചെയ്ത് നോക്കാം. 10 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് 50 പ്ലസ് 60 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 100 divided by 10. That is 55. Therefore, our mean value എന്തെന്ന് കിട്ടും? നമുക്ക് 55 എന്ന് കിട്ടും. What about median? ഇതെന്താണ് തന്നിരിക്കുന്നത്? ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ മീൻ വാല്യൂ നമ്മൾ സിഗ്മ എക്സ് ബൈ എൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു, അല്ലേ? ഇനി എന്ത് വേണം? മീഡിയൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മീഡിയൻ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്പർ ഓഫ് ഐറ്റംസ് ആദ്യം നോക്കാം. നമ്പർ ഓഫ് ഐറ്റംസ് എൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 10 ആണ്. വിച്ച് ഈസ് ആൻ ഈവൻ നമ്പർ. നമ്പർ ഓഫ് ഐറ്റംസ് 10 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. സോ മീഡിയൻ വാല്യൂ കാൽക്കുലേറ്റ് നമുക്ക് ഏത് ഫോമിൽ ഉപയോഗിക്കാം? സൈസ് ഓഫ് n/2th item plus size of n/2 plus 1th item the whole divided by 2. ഇവിടെ n എന്ന് പറയുന്നത് 10 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? സൈസ് ഓഫ് n/2 10/2 that is 5 5th item plus size of 5 plus 1 that is 6th item. അല്ലെങ്കിൽ ഇവിടെ 5 ആണെങ്കിൽ തൊട്ടടുത്ത ഐറ്റം തന്നെ ആയിരിക്കും അത്. 6th item divided by 2 which is equal to 5th പൊസിഷൻ എന്ന നമ്പർ ഏതാണ്? 1 2 3 4 5. 5th പൊസിഷൻ ഉള്ളത് 50 plus 6th പൊസിഷൻ is 60 by 2 which is equal to 110 by 2 which is equal to 55. സോ മീഡിയൻ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 55 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ മോഡ് എപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം? ബൈ യൂസിംഗ് ദി എംപിരിക്കൽ റിലേഷൻഷിപ്പ് മോഡ് is equal to, by means of empirical relationship we can write it as 3 into median minus 2 mean. That is 3 into 55 minus 2 into 55. That is 3 into 55 minus 2 into 55 which is equal to 55. So എന്ത് നമുക്ക് കിട്ടി? നമ്മൾ ഈ തന്നിട്ടുള്ള സീരീസിൻ്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമ്മൾ നേരിട്ട് ശ്രമിച്ചപ്പോൾ ഇവിടെ ഒരു റെപ്പറ്റീഷൻ വരുന്ന ഐറ്റംസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മോഡ് ഇൽ ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ.
അങ്ങനെയെങ്കിൽ അവിടെ മീഡിയൻ വാല്യൂ നമുക്ക് 55 എന്നും മീൻ വാല്യൂ നമുക്ക് 55 എന്നും മീഡിയൻ വാല്യൂ അഗെയിൻ 55 എന്ന് കിട്ടി. അവിടെ നമ്മൾ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് മോഡ് വാല്യൂ 55 എന്ന് കിട്ടും. സോ ഈ ഒരു ലിനിയർ സീരീസിൻ്റെ പ്രത്യേകത ഇവിടെ മീൻ, മീഡിയൻ, മോഡ് എന്നിവയുടെ വാല്യൂസ് എന്താണ്, സെയിം ആണ് എന്നുള്ളതാണ്. മനസ്സിലായോ? സോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഒരു സാമ്പിൾ പ്രോബ്ലംസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? If the values of mean and median are 27 and 29 respectively, what would be the value of mode? ഒരു തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്, മീൻ is equal to 27 and median is equal to 29 and we have to calculate mode. അല്ലേ? അപ്പോൾ മീനും മീഡിയനും തന്നിട്ടുള്ള സ്ഥിതിക്ക് മോഡ് വാല്യൂ കാൽക്കുലേറ്റ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മുടെ എംപിരിക്കൽ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാം. Therefore mode is equal to 3 median minus 2 mean, which is equal to 3 into 29 minus 2 into 27. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 into 29 minus 2 into 27 is equal to 33. ഇവിടെ നമുക്ക് മോഡ് വാല്യൂ എത്രയാണെന്ന് കിട്ടി, 33 എന്ന് കിട്ടി. And that's about the first question. What about the second question? In a bimodal series, the value of median is 141 and the mean is 140. ഇവിടെ we have to find the mode. അവിടെ ഒരു ബൈ മോഡൽ സീരീസ് എന്ന ടേം കണ്ടോ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞില്ല, ബൈ മോഡൽ, ദാറ്റ് മീൻസ് ബൈ മീൻസ് 2, 2 മോഡുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന സീരീസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആ സീരീസിൽ നിന്ന് ഐഡൻറ്റിഫൈ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ജസ്റ്റ് നോക്കി അനലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സീരീസ് എങ്ങനെയാണെന്ന് തോന്നും, ബൈ മോഡൽ സീരീസ്, ഒന്നിൽ കൂടുതൽ മോഡ്, 2 മോഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സീരീസാണ് നമുക്ക് തോന്നും. പക്ഷേ ഇവിടുത്തെ മീഡിയൻ്റെ വാല്യൂ 141ഉം മീനിൻ്റെ വാല്യൂ 141, അത് യുണീക്കാണ്. അങ്ങനെയെങ്കിൽ ആ യുണീക്കായിട്ടുള്ള മോഡ് വാല്യൂ എത്രയായിരിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള വാല്യൂസ് എടുത്തെഴുതാം. Therefore median is given as 141 and that of mean is given as 140. For finding mode, we can use the empirical relationship, that is 3 into median minus 2 into mean. That is equal to 3 into 141 minus 2 into 140. That is equal to 3 into 141 minus 2 into 140 is 143. Therefore ഒരു ബൈ മോഡൽ സീരീസ് നമുക്ക് ഐഡൻറ്റിഫൈ ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് മാത്രം യൂസ് ചെയ്ത്, നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈ മോഡൽ സീരീസ് ആണെന്ന് തോന്നാവുന്ന ഒരു സീരീസിൻ്റെ കറക്റ്റായിട്ടുള്ള മോഡ് വാല്യൂ നമുക്ക് എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് കിട്ടി. എത്രയാണെന്ന് കിട്ടി, 143 എന്ന് കിട്ടി. സോ ദാറ്റ്സ് അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. The value of mode and median for a moderately skewed distribution are 65 and 68 respectively. Find the value of mean. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മോഡിൻ്റെയും മീഡിയൻ്റെയും വാല്യൂ ആണ്, അല്ലേ? ഓഫ് എ മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ആ ടേംസിലുള്ള പ്രത്യേകതയൊന്നുമില്ല. സ്ക്യൂനെസ്, കൊർട്ടോസിസ് എന്നിവ നമ്മുടെ സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ വരുമ്പോൾ എന്താണ് മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് നമുക്ക് പറയാം. ഇവിടെ ഈ ഒരു കേസിനെ സംബന്ധിച്ച് മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉള്ള കേസല്ല. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, മോഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അല്ലേ? തേർഡ് ക്വസ്റ്റ്യനിൽ here the value of mode is given as 65 and that of median is given as 68 and we have to calculate the value of mean.
ഇവിടെ മീനും മീഡിയനും മോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആവശ്യകതയാണുള്ളത്. അപ്പോൾ വി ക്യാൻ യൂസ് ദ എംപിരിക്കൽ റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് വാല്യൂ എത്രയാണ്? 65. 65 ഈസ് ഈക്വൽ ടു 3 × 68 മൈനസ് 2 മീൻ അല്ലേ? ഇതിൽ നിന്നും മീനിന്റെ വാല്യൂ നമുക്ക് സാധാരണ ഓൾജിബ്രിക് ഓപ്പറേഷൻസ് ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈ 2 മീനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരും മൈനസ് 2 മീനാണ്, അത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് 2 മീൻ ആവും. 2 മീൻ ഇസ് ഈക്വൽ ടു 3 × 68. ഈ 65 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 65. Again therefore mean is equal to 2 into mean ആയിരുന്നല്ലേ? ഈ 2നെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇപ്പുറത്തെ സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. Therefore mean is equal to 3 × 68 minus 65 by 2. So mean value നമുക്ക് കിട്ടുമ്പോൾ 3 × 68 minus 65 the whole divided by 2, and the value is 69.5, which is equal to 69.5. So mod value 65 median value 68 ആയിട്ടുള്ള ഒരു സീരീസിന്റെ മീൻ വാല്യൂ നമുക്ക് എന്ത് ഉപയോഗിച്ച് എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് 69.5 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് മോഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇതിൽ രണ്ടിൽ ഏത് മെഷർ സെൻട്രൽ ടെൻഡൻസി നമുക്ക് തന്നിട്ട് മറ്റേ മൂന്നാമത്തെ മെഷർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാം. ഇൻ എ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ the values of mode and mean are 32 and 35 respectively. Find median. ഇവിടെ ആ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ടേം വന്നിട്ടുണ്ട്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് നമ്മുടെ സ്ക്യൂനെസിൻ്റെ ആ ഒരു പോർഷൻ വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് ആ ബാക്കിയുള്ളതിനെ പറ്റി മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ബോദർ ചെയ്താൽ മതി. The values of mode and mean are 32 and 35. Therefore മോഡിൻ്റെ വാല്യൂ എത്രയാണ്? മോഡ് is equal to 32 and mean is equal to 35. Find median. Median ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ മീൻ, മീഡിയൻ, മോഡ്, ഇപ്പോൾ മൂന്ന് തമ്മിൽ റിലേഷനാണ് വേണ്ടത്. അതിൽ രണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? മോഡും മീനും തന്നിട്ടുണ്ട്. വി ഹാവ് ടു കാൽക്കുലേറ്റ് മീഡിയൻ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് എഴുതുകയാണെങ്കിൽ, എംപിരിക്കൽ റിലേഷൻഷിപ്പ് എഴുതുകയാണെങ്കിൽ മോഡ് is equal to 3 × median minus 2 × mean. Therefore mode എത്രയായിരുന്നു? 32 is equal to 3 × median minus 2 × 35 mean. എന്ത് വേണം? മീഡിയൻ്റെ വാല്യൂയിലൊക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ മീഡിയൻ വാല്യൂനെ മാത്രം നിർത്തി ബാക്കിയുള്ള ടേംസിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇവിടെ -2 × 35 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +2 × 35 കൊണ്ട് മാറും. Therefore 32 + 2 × 35 is equal to 3 × median. നമുക്ക് എന്ത് വേണം? മീഡിയൻ മാത്രം മതിയല്ലോ. Therefore 3 × എന്നൊരു ടേം നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഇവിടെ 3യെ മീഡിയനോട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. Therefore ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ എന്താവുന്നത്? ഡിവിഷനായിട്ട് മാറും. Therefore 32 + 2 × 35 the whole divided by 3 is equal to median. അങ്ങനെയെങ്കിൽ ആ മീഡിയൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. That is 32 + 2 × 35 the whole divided by 3 is equal to 34, which is the value of median. So empirical relationship എന്ന് പറയുന്നത് in terms of mean, median and mode ആണ്. മൂന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ് ഇവ തമ്മിൽ റിലേഷൻഷിപ്പാണ് എന്ന് സൂചിപ്പിക്കുന്നത്. എംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും രണ്ട് മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ മെഷറിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ് ഇത്. ഇതിനകത്ത് ഞാനിന്ന് 5 പ്രോബ്ലംസാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് എക്സാമ്പിൾ ഉൾപ്പെടെ 5 പ്രോബ്ലംസ്. ആൻഡ് ദിസ് ഫിഫ്ത്ത് പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഞാൻ തരികയാണ്. ഈ ഫിഫ്ത്ത് പ്രോബ്ലത്തിനകത്ത്
തന്നിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ്. ഈ കണ്ടിന്യൂസ് സീരീസിൻ്റെ മീന്, മീഡിയന്, മോഡ് എന്നിവ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള കണ്ടിന്യൂസ് സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒരു ഇൻക്ലൂസീവ് സീരീസ് ആണ്. സോ ഈ ഇൻക്ലൂസീവ് സീരീസിൻ്റെ മീനും മീഡിയനും കാൽക്കുലേറ്റ് ചെയ്യുക. മോഡ് നമുക്കിവിടെ രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ സാധാരണ നമ്മുടെ ജനറൽ ഫോമിൽ ഉപയോഗിച്ചും കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മീൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മീനും മീഡിയനും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മോഡ് ഈ രണ്ട് ഫോർമാറ്റിലും എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീൻ വാല്യൂ എന്ന് പറയുന്ന ആൻസർ കൂടി ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം. മീൻ വാല്യൂ ഈസ് 18.78. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ചിലപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതനുസരിച്ച് എറേഴ്സ് ചെറുതായിട്ടുണ്ടാവും, എന്നാലും ഈ ഒരു റേഞ്ചിലായിരിക്കും സാധാരണ നിൽക്കുന്നത്. 18.78 is the mean, median value is 17.76 and mode value is 17. So ഈ തന്നിട്ടുള്ള ഇൻക്ലൂസീവ് ടൈപ്പ് കണ്ടിന്യൂസ് സീരീസിനെ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് സീരീസിൻ്റെ മീൻ, മീഡിയൻ, മോഡ് എന്നിവ കാൽക്കുലേറ്റ് ചെയ്യുക. മോഡ് രണ്ട് രീതിയിലും, നമ്മുടെ ജനറൽ ഫോമിൽ ഉപയോഗിച്ചും അല്ലാതെ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ പഠിച്ച ക്വാർട്ടേഴ്സ് ഒഴിച്ചുള്ള ബാക്കി 3 മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസികൾ ജസ്റ്റ് റിവിഷന് വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഹോംവർക്കായിട്ട് എനിക്ക് പിക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു വട്ടം ഹോംവർക്ക് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസും ഈ ഫോർമുലയും കൂടെ 3 വട്ടം എഴുതി പഠിച്ച് എനിക്ക് ഹോംവർക്ക് സെമിനായിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.